1986 ഞാൻ കൂലി വേല ചെയ്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വസ്തു വാങ്ങുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കോൺക്രീറ്റിനൊക്കെ പോയി പഠിക്കുകയും പോവും. അത് കഴിഞ്ഞാണ് ഈ വസ്തു വാങ്ങിയത്. ജോലിക്ക് ഇറങ്ങിയിട്ട് 15 വർഷത്തിൽ കൂടുതലായി. അതിനാണ് ഞാൻ വീട്ടിൽ ജോലി ചെയ്തു, കച്ചവടം ചെയ്തു, എന്റെ വീട്ടിലെ കാര്യങ്ങളോട് വരും. 2 വർഷമായി വിഴുന്ന് കാലൊടിഞ്ഞു. അതിനുശേഷം എനിക്ക് ഒന്നിനും പറ്റണില്ല. അങ്ങേറ്റം വിഷമത്തോടു കൂടിയാണ് ഈ അച്ഛൻ. ഞാൻ 90-ൽ ഞാൻ വിവാഹം കഴിച്ചു. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം മൺവിളയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒത്തിരി സങ്കടകരമായ ഒരു വാർത്തയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ അച്ഛനും അമ്മയും, ഇവർ ശരിക്കും പറഞ്ഞ രോഗികളാണ്. ഇവരുടെ വീട് ഏത് നിമിഷവും ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. പ്രായമായ അച്ഛനും അമ്മയും എങ്ങോട്ട് പോകണമെന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അങ്ങേറ്റം വിഷമത്തോടു കൂടിയാണ് ഈ അച്ഛൻ. ഞാൻ 90-ൽ ഞാൻ വിവാഹം കഴിച്ചു. അതിലൊരു കുട്ടി ഉണ്ടെന്ന് പറയുന്നു. എനിക്കതേ പറയാൻ പറ്റും. ഇത്രയും കാലമായിട്ട് ഞാൻ 2002 മുതലേ അസുഖക്കാരനാണ്. അതായത് ഒരു ആക്സിഡന്റ് പറ്റിയതിന് സമയതാണ്. ഇപ്പോൾ എൻ്റെ 2 കാലും വയ്യാത്ത സ്ഥിതി. അതിൻ്റെ മോള് കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അവർക്ക് കല്യാണം കഴിഞ്ഞതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ഞാൻ ഈ കല്യാണത്തിന് ജാതകം കൊടുപ്പിന് എന്നെ വിളിച്ചു. ഞാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ, എൻ്റെ അനിയൻ്റെ 2 മക്കള് എന്നെ കണ്ടതുപോലും അവർ കാണിച്ചില്ല. തിരിച്ച് വേറെ ആരെയോ കാല് പിടിച്ച്, അവളെ വല്യച്ഛൻ്റെ കാല് പിടിച്ച് മൂരം കൈമാറ്റി കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളിഞ്ഞ് പോന്നു. ഒരു പൈസ കൊടുത്തില്ല. ഞാൻ അച്ഛനെ അച്ഛനായിട്ട് പോലും അംഗീകരിച്ചില്ല. ഇപ്പൊ എന്താണ് ആവശ്യം? അവർക്ക് ഈ വസ്തു വേണം, അല്ലെങ്കിൽ വസ്തു വിറ്റു കൊടുക്കണം. ഈ കോടതി വിധിയാണ്. അതായത് മകളുടെ ഷെയർ ചോദിച്ചു വന്ന. അതെ, ഓക്കെ. അതായത് ഈ അച്ഛന്റെ ഈ അമ്മ 2ാമത്തെ ഭാര്യയാണ്. അവരുടെ ആദ്യത്തെ ഭാര്യയിലുണ്ടായിരുന്ന മകളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ വീടിന്റെ ഒരു ഭാഗം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എങ്ങോട്ട് പോകാതെ നിവർത്തിയില്ല. ഇവരുടെ 2 പേരുടെ, ഇത് 2ാമത്തെ ഭാര്യയാണ്. അപ്പം ഇവരുടെ 2 പേരുടെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പ്രായാധിക്യം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നൂന്ന് നിൽക്കാൻ പോലും പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളാണെന്ന്? ജോലിക്ക് ഇറങ്ങിയിട്ട് 15 വർഷത്തിൽ കൂടുതലായി. അതിനാണ് ഞാൻ വീട്ടിൽ ജോലി ചെയ്തു, കച്ചവടം ചെയ്തു, എന്റെ വീട്ടിലെ കാര്യങ്ങളോട് വരും. 2 വർഷമായി വിഴുന്ന് കാലൊടിഞ്ഞു. അതിനുശേഷം എനിക്ക് ഒന്നിനും പറ്റണില്ല. ഇപ്പൊ ഞങ്ങൾ ആഹാരം പോലും വല്ലപ്പോഴും കൂടി വീട്ടിൽ നിന്ന് ചാച്ചി വല്ലതും തരണതാണ് ഞങ്ങളെ ചെലവ് നടക്കുന്നത്. കറണ്ടിന് അടയ്ക്കാൻ പോലും നിവർത്തിയില്ല. സൂപ്രണ്ടിനെ കണ്ട കാര്യം പറഞ്ഞപ്പോ അവരടച്ചിട്ട് പെരുമ്പരമ്പം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ആഹാരം കഴിച്ചോ? ഇന്ന് ഞങ്ങള് ചമ്മന്തി അങ്ങനെയൊക്കെ റേഷൻ അതിൻ്റെ കൂടെ ഞങ്ങൾ 26-ാം തീയതി ജപ്തി ചെയ്ത് ഞങ്ങൾക്ക് അടുക്കളൊക്കെ വരാനായില്ല. വീട് 26-ാം തീയതി ജപ്തിയാണ്. ഇവരെങ്ങോട്ട് ഇറങ്ങിപ്പോകും ഒരു അവസ്ഥയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛനും ഈ അമ്മയും ആഹാരം പോലും മര്യാദയ്ക്ക് കഴിക്കാനുള്ള ഒരു നിവൃത്തിയുമില്ല. ഇവർ 2 പേരും അസുഖക്കാരാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം. ഞാൻ ഇത് 86-ൽ ഞാൻ കൂലി വേല ചെയ്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വസ്തു വാങ്ങുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കോൺക്രീറ്റിനൊക്കെ പോയി പഠിക്കുകയും പോവും. അത് കഴിഞ്ഞാണ് ഈ വസ്തു വാങ്ങിയത്. എൻ്റെ ചേട്ടനും കുറച്ച് പൈസ സഹായിച്ചു വാങ്ങിച്ചു. ഞങ്ങൾ കുടുംബ ഷെയറുണ്ട്. അത് വസ്തു അവരിപ്പം കോടതി അറ്റാച്ച് തന്നിരിക്കുന്നത് 26-ാം തീയതി അവർ അറ്റാച്ച് ചെയ്യാൻ വരുമെന്നാണ് നമുക്ക് നോട്ടീസ് പറഞ്ഞത്. അപ്പം നമ്മള് കേസ് നടത്തിക്കൊണ്ടിരുന്ന ഭക്തനെ പോയി കണ്ടപ്പോഴത്തേക്ക് അവരത് പേപ്പറങ്ങ് വാങ്ങിച്ച് അതിനുള്ള നടപടി നീട്ടി വയ്ക്കാനുള്ള നടപടി എടുക്കാൻ നിങ്ങൾ പെട്ടെന്ന് വിറ്റിട്ട് കൊടുക്കാനാണ് വക്കീൽ പറയുന്നത്. നമ്മൾ വിൽക്കാനായിട്ട് പല ഇതിലും നോക്കി. നമ്മളിവിടെ എല്ലാവരും 5-ാം 6-ഉം പറയുന്ന സ്ഥലത്ത് നമ്മൾ 4-4 വെച്ച് വരെ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഒരിക്കൽ 4-ന് വരെ ഞങ്ങൾ ഒതുക്കി. അപ്പോഴും ഈ പെൺകുട്ടി സമ്മതിച്ചില്ല. അവര് വിളിച്ചവരടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക്
അവള് സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ഈ വസ്തു അറ്റാച്ച്മെന്റുള്ള നടപടികൾ 26-ാം തീയതിയോടുകൂടി ആരംഭിക്കും. പക്ഷേ ഈ വീടോ അല്ലെങ്കിൽ ഈ വസ്തു ഒന്നും തന്നെ വിൽക്കാനോ അല്ലെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പ്രദേശത്തെ മെമ്പറോ അല്ലെങ്കിൽ അധികാരപ്പെട്ടവരോ എത്രയും പെട്ടെന്ന് ഇവരെ ഒന്ന് സമീപിക്കുക. ഇവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു സഹായം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് അടിയന്തരമായി ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കോൺടാക്ട് ചെയ്യുക.